അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ടയിലോട്ടാണ് പോണത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയിലോട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ചെങ്കല്ല് കൊണ്ടാണ് ഇതിൻ്റെ മൊത്തം പണികളും ചെയ്തിട്ടുള്ളത്. മതിലായാലും എല്ലാം. പിന്നെ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഈ കോട്ടയുടെ പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ 15 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ടിക്കറ്റ് വേണ്ടത്. 25 രൂപയാണ് ടിക്കറ്റ്. 6 മണി വരെ പുറത്തു നിന്ന് കോട്ടയ്ക്കുള്ളിലോട്ട് ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് കാണുന്നത്. പിന്നെയാണ് നമ്മൾ മെയിൻ കവാടം വരുന്നത്. അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞാൽ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന കാഴ്ച തന്നെ വളരെ വളരെ ഭംഗിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ഗോപുരം. ഇതിനെ ഗോപുരം കൊത്തളം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗോപുരം എന്ന് പറയാം. അപ്പോൾ അത് അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അത് കയറുമ്പോൾ തന്നെ മൊത്തം അതിൻ്റെ കയറുന്ന ഭാഗവും എല്ലാം ചെങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഗോപുരത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബോംബെ സിനിമയുടെ ഭാഗങ്ങളും ഒക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കവാടത്തിൻ്റെ 3 ഭാഗങ്ങളും കടലാണ്. നമ്മൾ ആ കടന്ന് വന്ന എൻട്രൻസിൻ്റെ അവിടെ ഒഴിച്ച് ബാക്കി ചുറ്റും കടലാണ്. ഈ കോട്ടയ്ക്കൊക്കെ 400 വർഷം പഴക്കമുണ്ടെന്നാണ് പറയണത്. ഏകദേശം 38 ഏക്കർ സ്ഥലത്താണ് ഈ കോട്ട നിൽക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് കാണാനുണ്ട്. 38 ഏക്കർ സ്ഥലം നമ്മൾ കാണാമെന്ന് വെച്ചാൽ അതിന് ഒരുപാട് സമയം വേണം. ഞങ്ങളാണെങ്കിൽ 4 മണിക്ക് പോയിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഏകദേശ സമയത്തുള്ളത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാടും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതായിരുന്നു പ്രധാനം. പിന്നെ ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് പേര് കാണാനൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഉണ്ണികളും മാത്രം ആയതുകൊണ്ടും അങ്ങനെ ശരിക്ക് എൻജോയ്മെൻറ്റ് നടന്നിട്ടില്ല. സത്യത്തിൽ ഒരു തവണ കൂടി നമ്മളവിടെ സമയമെടുത്ത് പോയി കാണുക വേണം. പിന്നെ ഉണ്ണികൾക്കൊക്കെ ആയാലും ചരിത്രം പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ അവർക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കുളം പോലെ ഉണ്ട്. അത് പറയുന്നത് എന്താ വെച്ചാൽ കുതിരകളൊക്കെ വെള്ളം കുടിക്കാൻ വന്നിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. നല്ല സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയിൽ കമ്പി കൊണ്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈ ഭാഗത്തിന് പറഞ്ഞിരുന്നത് ദർബാർ ഹാളായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത്. പിന്നെ നമ്മൾ ഇതേപോലെ നടന്ന് കൽപ്പടവുകളിലൂടെ നടന്ന് പോയിട്ട് വീണ്ടും ഈ കൊത്തളം ഗോപുരം എന്നൊക്കെ പറയണ പോലെ കുറച്ചും കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കടലിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഭാഗം വരെ അവിടെ ഉണ്ട്. അങ്ങോട്ടൊന്നും ഞങ്ങൾ എത്തിയില്ല കേട്ടോ. കാരണം 6 മണിക്ക് നമുക്ക് ഇറങ്ങണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയ സമയത്ത് കണ്ട കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ഗോപുരം കൊത്തളം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തേക്ക് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള
ഇറങ്ങാന്നല്ല, തിരമാലകൾ അടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ്, പിന്നെ സേവ് ദ ഡേറ്റ്, അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ആ കാഴ്ചകളും എല്ലാം കണ്ടു. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കോട്ടയുടെ ഉള്ളിൽ നിന്ന്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലും ഒന്ന് കയറി തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്.